ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു 2 ദിവസം മുന്നേ പാമ്പ് കടി ഏറ്റാണ്ട് രണ്ട് സഹോദരങ്ങൾ, ഒരാൾ മരിച്ചു, ഒരാൾ ഹോസ്പിറ്റലിൽ ന്യൂസ് കേൾക്കണ്ടായി. ഇവരെ കടിച്ചത് ഏതാ വെച്ചാൽ നമ്മളെ കോമൺ ക്രൈറ്റ് പറയുന്ന വള്ളിക്കട്ടൻ, ശംഖുവരൻ എന്നൊക്കെ പറയും, ആ പാമ്പാണ് ഇത്. ഈ പാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂക്കെല്ലാറെ വിഷമാണ് ഈ പാമ്പിനുള്ളത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ നേരിയ നാരുമാര് അങ്ങനെ ചെറിയ പല്ലുകളല്ലേ, ചെറിയ പല്ലേക്കാരം. അതുകൊണ്ട് ഇത് കടിച്ചാൽ നമുക്കറിയില്ല എവിടെ ഇത് കടിച്ചതെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ വിഷം പെട്ടെന്ന് ചെല്ലണത് നമ്മൾ തലച്ചോറിനെയാണ്. തലച്ചോർക്ക് ചെന്ന് നമുക്ക് പിന്നെ ബോധക്ഷയം ഒക്കെ പെട്ടെന്ന് സംഭവിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. ഇത് എങ്ങനെ വെച്ചാൽ ഇപ്പം ഈ ചൂട് ടൈം ആകുമ്പോൾ ഐറ്റങ്ങൾ എന്ത് ചെയ്യും, പിന്നെ തണുപ്പ് സ്ഥലം തേടി പോവും. പിന്നെ ഈ ശംഖുവരൻ ഇത് രാത്രി കാലങ്ങളാണ് പല ഇര പിടിക്കാനൊക്കെ ഇറങ്ങൽ. അപ്പോൾ നമ്മൾ ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ പരമാവധി വീടുകളൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക. പരിസരങ്ങളും കാടും പിന്നെ ഇതിലേക്ക് വന്ന് കൂടാക്കാനെല്ലാം ഇതും ഒഴിവാക്കുക. പിന്നെ തേക്കാത്ത ചുമരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ചാണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. പിന്നെ ഇനിയിപ്പോൾ അതല്ല, കിടക്കുന്നതിന് മുന്നേ നമ്മളെ ബെഡും ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് തട്ടി കൊട്ടുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന് മാർഗമുള്ളൂ. പിന്നെ നമ്മൾ മണ്ണെണ്ണ തളിച്ചിട്ടോ വെളുത്തുള്ളി അരച്ചിട്ടിട്ടൊന്നും പരിസരത്ത് അരച്ചിട്ടൊന്നും ഇതിന് കാര്യമില്ല. കാരണം മണം ഇതൊന്നും ഒറ്റയ്ക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ ഉള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഇനി അതല്ല, ഏത് തരം പാമ്പിനെ കണ്ടാലും ഇപ്പോൾ നമ്മളെ കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കീഴിലുണ്ട് നമ്മളെ സർപ്പ ആപ്പ് ഉണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ സർപ്പ ആപ്പിലുണ്ടാവും അതാത് സ്ഥലത്തുള്ള റെസ്ക്യൂമാരുടെ നമ്പർ ഉണ്ടാവും. അത് നിങ്ങൾ അതിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവരുടെ നമ്പർ കിട്ടുക, പിന്നെ അവർ ബന്ധപ്പെട്ടാൽ മതി. അതായത് റെസ്ക്യൂമാർ വന്നുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് അവർ അതായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തോളും. പിന്നെ അതായ രീതിയിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്നും പേടിക്കല്ല, ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.